കേരളത്തിന്റെ ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന ഇന്ദിരാ ഗ്യാരണ്ടി കാർഡെന്ന് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ക്ഷേമം ഉറപ്പു നൽകുന്നതാണ് കോൺഗ്രസും UDF മുൻപോട്ട് വയ്ക്കുന്ന ഇന്ദിരാ ഗ്യാരണ്ടി എന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തെലുങ്കാനയിലും കർണാടകയിലും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകൾ വിജയകരമായി നടപ്പിലാക്കിയതാണ് ഇന്ദിരാ ഗ്യാരണ്ടി. 2016 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അശരണരായ രോഗികളെ സഹായിക്കാൻ രൂപീകരിച്ച കാരുണ്യ ചികിത്സാ സഹായ പദ്ധതി അട്ടിമറിച്ച് രോഗികളെ ബുദ്ധിമുട്ടിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തത്. അത്തരം രോഗികൾക്ക് ആശ്രയമാകുന്നതാണ് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർക്ക് ആവശ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാതെ PSCയെ നോക്കുകുത്തിയാക്കി പിൻവാതിൽ നിയമനങ്ങളുടെ യുവജനങ്ങളുടെ അവസരം നിഷേധിക്കുന്നതിനാൽ തൊഴിൽ തേടി ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് കടക്കുകയാണ്. തൊഴിൽരഹിതരായ ചെറുപ്പക്കാർക്ക് നാട്ടിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും അവരെ നാട്ടിൽ നിലനിർത്തുകയും ചെയ്യുന്നതിനായി 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പയായി നൽകുന്നത് ഗ്യാരണ്ടി ഉറപ്പു നൽകുന്നു. കാര്യം എന്ന് പറയുന്നത് അതും വനിതാ ക്ഷേമത്തിൽ ഊന്നിയുള്ള പ്രഖ്യാപനമാണ്. കോളേജ് വിദ്യാഭ്യാസം നടത്തുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്കും പ്രതിമാസം 1000 രൂപ വീതം കുട്ടികൾക്ക് സ്റ്റൈഫൻഡായി നൽകും. എല്ലാ വിദ്യാർത്ഥിനികൾക്കും ഡിഗ്രി വിദ്യാഭ്യാസം നടത്തുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്കും 1000 രൂപ വെച്ച് പ്രതിമാസം നൽകുന്ന വലിയ ക്ഷേമകരമായ ഒരു പദ്ധതിയാണ് രണ്ടാമത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മൂന്നാമത് ആരോഗ്യ മേഖലയിലെ കാര്യങ്ങൾ നമുക്കറിയാം. ഇന്ന് ചികിത്സാ രംഗത്ത് വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കേരള ജനത കടന്നു പോകുന്നത്. പൊതു ആരോഗ്യ രംഗങ്ങൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് ഈ സർക്കാർ തള്ളിവിട്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ മെഡിക്കൽ കോളേജുകളുടെയും സർക്കാർ ആശുപത്രികളുടെയും ഒക്കെ നിലവാരം ഉയർന്നു, നമ്പർ 1 ആണ് കേരളം എന്നൊക്കെ പ്രഖ്യാപനങ്ങളിലൂടെ ഗവൺമെന്റ് പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഗവൺമെന്റ് ആശുപത്രികളെ സമീപിക്കുന്ന രോഗികൾ കടന്നു പോകുന്നത്. നിങ്ങൾക്കറിയാം, നിരവധിയായ വാർത്തകളുണ്ടായ വയറ്റിൽ കത്രിക കുടുങ്ങിയതും കൈവിരൽ മുറിച്ചു മാറ്റിയതും ഉൾപ്പെടെയുള്ള ചികിത്സാ പിഴവുകളുടെ ഒരു കൂമ്പാരമായി. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കിയും KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുകയും കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുകയും ചെയ്യുന്നതിലൂടെ സ്ത്രീജനങ്ങൾക്ക് മുന്തിയ പരിരക്ഷയാണ് ഈ ഗ്യാരണ്ടിയിലൂടെ വിഭാവനം ചെയ്യുന്നത്. മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക പരിഗണന നൽകുന്നതിനായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്നതിലൂടെ മുതിർന്നവരുടെ സുരക്ഷിതത്വം ഈ ഗ്യാരണ്ടി ഉറപ്പു നൽകുകയാണെന്നും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ക്ഷേമം ഉറപ്പു നൽകുന്നതാണ് കോൺഗ്രസ് UDF മുന്നോട്ട് വയ്ക്കുന്ന ഇന്ദിരാ ഗ്യാരണ്ടി എന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, മറ്റ് UDF നേതാക്കന്മാരായ സിജു ചക്കുമുട്ടിൽ, ജോയി കുടക്കച്ചിറ, അനീഷ് മണ്ണൂർ, ഷാജി വെള്ളാമാക്കൽ, ഷാജൻ എബ്രഹാം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.